ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടുമ്മലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോന്നാണ്. പക്ഷെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനെ കൊണ്ട് കിട്ടുകയും ചെയ്ത്, പിന്നെ നമുക്ക് എല്ലാവരുടെ ഫോണിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ഈ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ജിമെയിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ അവിടെ ഉണ്ടാവും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി, വലിയ സംഭവമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ ഓരോരോ എന്താ പറയുക, നമ്മൾ കളിക്കുന്ന ഓരോ കളികളൊക്കെ നമ്മളെന്താക്കുക, വീഡിയോ എടുക്കുക, അതിടുക. നമ്മൾ വേറെ ആർക്കും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, അവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്കെന്താവും, അപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടും. നമുക്ക് ഈ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. അതിങ്ങനെ ഇട്ട് സബ്സ്ക്രൈബേഴ്സ് 1000 ആയി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. അതിലിപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 1000-ൻ്റെ മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വരുമാനം കിട്ടുന്നില്ല. വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ഇപ്പം ഞാൻ തിക്കോടി അല്ലെങ്കിൽ ചിങ്ങവരം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പയ്യോളി പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വരുമാനം കിട്ടിയില്ലേ എന്ന് ചോദിക്കും. ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ കുറേ സ്റ്റേജാണിത്. 4000 വാച്ചവർ, അങ്ങനെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ വേറെന്തോ, എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാന്ന്, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് വരുമാനം ഒന്നും കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളോട് തന്നെ പറയുക. എന്താ വെച്ചാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്താക്കുന്നത് നമുക്കൊരു വരുമാനം അതിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് എന്തായാലും പറയും. പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഓക്കെയാണ്, ഫസ്റ്റ് സ്റ്റേജ് ഓക്കെയാണ്, 2, 3, 4 സ്റ്റേജ് ഒന്നും റെഡിയല്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പാട്ട്, യൂട്യൂബിലുള്ള ഒരു പാട്ട് എടുത്തിട്ട് കോപ്പി റൈറ്റ് വന്ന്, പിന്നെ ഒരു സ്ട്രൈക്ക് വന്നിരുന്നു. ഒരു തീയിൻ്റെ കൈമലേറ്റാൻ തീയായിട്ട് കൈ മുറിയെ അങ്ങനെ എന്തോ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ട് സ്ട്രൈക്ക്, അത് ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്ത് വെച്ച്, പിന്നെ ഇപ്പം 90 ദിവസത്തേക്കുള്ള ബാനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ യൂട്യൂബിനെ സ്നേഹിക്കും. നമ്മൾ ഇപ്പം പറയുന്നില്ലേ, മനുഷ്യന്മാരെ സ്നേഹിച്ചിട്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് സ്നേഹം കിട്ടുന്നില്ല. അതേമാതിരി തന്നെയാണ് യൂട്യൂബിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്നേഹിക്കുക. അപ്പം നമുക്ക് എന്താകും, ഇതേമാതിരിയുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. യൂട്യൂബിനെ നമ്മൾ സ്നേഹിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇതങ്ങനെ മറ്റേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബൈക്ക് പോകും. അപ്പോൾ നിങ്ങളെ ഫോണിലൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇത്. യൂട്യൂബ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ യൂട്യൂബ് ഉണ്ടാവും. അത് നിങ്ങളെന്താക്കുക, നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ചെറിയ നമ്മളെ പറമ്പ് അല്ലെങ്കിൽ റോട്ടുമ്മ കൂടി നടന്നു പോകുന്നത്, ഇതൊക്കെ ഇട്ടാൽ മതി. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡി കേട്ടോ. നിങ്ങളെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ഇതിൽ കമൻറ്റ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ള, എനിക്കിതിനെപ്പറ്റി വിശദീകരിച്ച് പറയണമെന്നറിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷോർട്സ് ഇങ്ങനെ കണ്ടമാനം ഇടുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കുന്ന അടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഇങ്ങനെ അടിച്ച് മാറ്റിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ അതിലൊന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഇടുന്നതിന് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടും, വേറെ ഒന്നും കൂടില്ല നമുക്ക്. പിന്നെ 364 ദിവസമാണ് മറ്റേ വീഡിയോസിനുള്ളത്. പിന്നെ ഷോർട്സിന് 90 ദിവസം, അങ്ങനെ എന്തൊക്കെയാണ്. എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി, അതിലവിടെ ഇട്ടു. ഇപ്പോൾ എനിക്ക് അതായത് നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനും ഇടുന്നു. നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, നമ്മളെ ഫോണിൽ നമ്മൾ വീഡിയോ ഇടുന്നു. പിന്നെ നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നെ ഇഷ്ടപ്പെടുന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതേമാതിരി നിങ്ങളെ വീഡിയോ, നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയാനും കല്യാണത്തിന് എത്ര ആൾക്കാരെ ക്ഷണിക്കുന്നെന്ന് ഇപ്പം പറയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ പണ്ടൊക്കെ എൻ്റെ ഇത്താത്താൻ്റെ ഒക്കെ കല്യാണമുള്ള സമയത്ത് 2-3 ആൾക്കാർ കൂടിയിരുന്നിട്ട് എത്ര ആൾക്കാരെയാണ് ക്ഷണിക്കുന്നത്, എത്ര കത്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ പറയും. ഒരു 600 കത്ത് അല്ല 1000 കത്ത്. അതേമാതിരി നമുക്ക് എത്ര ഫാമിലിക്കാരുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുണ്ട്. കുടുംബക്കാരെ മാറ്റി വെക്ക്, അപ്പോൾ ഫ്രണ്ട്സുകളെടുത്ത് നോക്ക്, അതിൽ തന്നെ ഒരു 400 ഫ്രണ്ട്സുകളെ കൂട്ടിക്കോ. പിന്നെ വേണ്ടപ്പെട്ട കുടുംബക്കാർ, അതിൽ തന്നെ ഉണ്ടാവുമല്ലോ ഒരു 300 ആൾക്കാർ. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് റെഡിയാണ്. പിന്നെ നമ്മളിടുന്ന വീഡിയോസ് എന്തായാലും ഇവർ കണ്ടുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലെങ്കിലും ആ വാച്ചവർ എങ്ങനെയെങ്കിലും വന്നോളും, വേറെ ആരെങ്കിലും ഉണ്ടാവും കാണാൻ. പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മെനക്കെട്ടിട്ടൊരു കാര്യം റെഡിയാകാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ. അതേമാതിരി നിങ്ങളൊക്കെ നോക്കി നോക്ക്. പക്ഷെ എനിക്കിതുവരെ വരുമാനം കിട്ടിയില്ല കേട്ടോ. വരുമാനം കിട്ടി ഞാൻ എന്തായാലും നിങ്ങളോട് പറയും. വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു സംശയം വേണ്ട. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ചെറിയ ഓരോ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സാധനങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുടുംബക്കാരോടൊക്കെ ഒന്ന് പറയുക. അപ്പോൾ
അടുത്ത യൂട്യൂബിൻ്റെ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളാണ്. എനിക്ക് ബാന് വന്നിട്ടുണ്ട്, കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ ബാൻ ഒരാഴ്ച വന്നിക്ക് ഒരു തീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്. പിന്നെ അല്ലാണ്ട് വേറൊന്നും വന്നിക്കില്ല. നമ്മൾ മെയിലൊന്നും അങ്ങനെ നോക്കുന്നില്ലല്ലോ, നമ്മൾ വീഡിയോ ഇട്ട് ഇങ്ങ് പോവുക തന്നെയല്ലേ. അതിലെന്തല്ലോ ഇതാണ്. എന്തായാലും വരുമാനം എനിക്ക് വന്നിക്കില്ല. വരുമാനം വന്നാൽ എന്തായാലും നിങ്ങളോട് പറയും, അതിലൊരു സംശയവും വേണ്ട. ഓക്കെ.